നമസ്കാരം. ഇന്നത്തെ ലോകത്ത് അധികാരം നേടുന്നതിനേക്കാൾ പ്രയാസകരമാണ് ഒരാളുടെ മനസ്സ് കീഴടക്കുക എന്നത്. പ്രത്യേകിച്ച് സമുദ്രത്തേക്കാൾ ആഴമുള്ളതും ആകാശത്തേക്കാൾ വിസ്താരമുള്ളതുമായ സ്ത്രീ മനസ്സ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആചാര്യ ചാണക്യൻ പറഞ്ഞു, സ്ത്രീണാം ച ദിഗുണ ആഹാരോ ബുദ്ധിശ്ചാപി ചതുർഗുണ. അതായത്, പുരുഷനേക്കാൾ 4 ഇരട്ടി ബുദ്ധിശക്തിയും 6 ഇരട്ടി സാഹസികതയും 8 ഇരട്ടി വികാര തീവ്രതയുമുള്ളവളാണ് സ്ത്രീ. ഈ വാക്കുകൾ വെറുമൊരു നിരീക്ഷണമല്ല, മറിച്ച് ലോകത്തെ മാറ്റിമറിച്ച ഒരു മഹാതന്ത്രജ്ഞന്റെ അനുഭവസമ്പത്താണ്. ഒരു സ്ത്രീയുടെ ചിന്തകളെ എങ്ങനെ വായിക്കാം? അവളുടെ മൗനത്തിനു പിന്നിലെ അർത്ഥമെന്ത്? ആചാര്യ ചാണക്യന്റെ തത്വങ്ങളും ആധുനിക സൈക്കോളജിയും സമന്വയിപ്പിച്ച് സ്ത്രീ മനസ്സിലെ 7 നിർണായക മനഃശാസ്ത്ര രഹസ്യങ്ങൾ നാം ഇന്ന് പരിശോധിക്കുന്നു. ഒന്നാമതായി, നിരീക്ഷണ പാടവവും സൂക്ഷ്മതയും. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് സ്ത്രീകൾ പ്രകൃതിയാ തന്നെ മികച്ച നിരീക്ഷകരാണ് എന്നാണ്. പുരുഷൻ കാര്യങ്ങളെ മൊത്തമായി കാണുമ്പോൾ സ്ത്രീ കാര്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവൾ നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ശരീരഭാഷയും കൺചിമ്മലുകളുമാണ്. മനസ്സിലുള്ളത് മുഖത്ത് പ്രതിഫലിക്കും എന്ന ചാണക്യസൂക്തം ഇവിടെ അന്വർത്ഥമാകുന്നു. നിങ്ങൾ കള്ളം പറയുകയാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്ക് പ്രത്യേകമായ ഒരു സിക്സ്ത് സെൻസ് തന്നെയുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കണ്ടെത്താൻ അവൾക്ക് നിമിഷങ്ങൾ മതി. നിങ്ങളുടെ കണ്ണുകളിലെ ചെറിയ മാറ്റങ്ങൾ പോലും അവളുടെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. പലപ്പോഴും പുരുഷന്മാർ നിസാരമെന്ന് കരുതുന്ന കാര്യങ്ങളിലാകും അവൾ കൂടുതൽ അർത്ഥം കണ്ടെത്തുന്നത്. അവളുടെ നിശബ്ദമായ നോട്ടം പലപ്പോഴും 1000 ചോദ്യങ്ങൾക്ക് തുല്യമാണ്. ഈ നിരീക്ഷണ പാടവം അവൾക്ക് ലഭിച്ചത് പ്രകൃതിദത്തമായ അതിജീവന തന്ത്രത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ടുതന്നെ അവളോട് സംസാരിക്കുമ്പോൾ ആത്മാർത്ഥത പുലർത്തുക എന്നത് പ്രധാനമാണ്. അവളുടെ മനസ്സു വായിക്കാൻ ആദ്യം വേണ്ടത് നിങ്ങളുടെ തന്നെ ഉള്ളിലെ സത്യസന്ധതയാണ്. ഓരോ സൂക്ഷ്മചലനവും അവളുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. രണ്ടാമതായി, മൗനത്തിന്റെ ആയുധം. ചാണക്യൻ പറയുന്നു, മൗനം പലപ്പോഴും സമ്മതമല്ല, മറിച്ച് ആഴത്തിലുള്ള ചിന്തയോ അല്ലെങ്കിൽ കഠിനമായ പ്രതിഷേധമോ ആണ്. ഒരു സ്ത്രീ നിശബ്ദയാകുന്നത് അവൾക്ക് പറയാനൊന്നുമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് തന്റെ വാക്കുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ആൾ അർഹനല്ല എന്ന് തോന്നുമ്പോഴാണ്. അവളുടെ മൗനത്തെ അവഗണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. ആ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവനെ മാത്രമേ അവൾ തന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കൂ. കോപം വരുമ്പോൾ ശബ്ദമുയർത്തുന്നതിനേക്കാൾ മാരകമാണ് അവൾ പാലിക്കുന്ന നിശബ്ദത. അവളുടെ മൗനം ഒരു മുന്നറിയിപ്പായി കണക്കാക്കണം. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുമ്പോൾ പലപ്പോഴും വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ഈ നിശബ്ദതയാണ്. ചാണക്യൻ തന്റെ തന്ത്രങ്ങളിൽ മൗനത്തെ ഒരു യുദ്ധമുറയായി കണ്ടിരുന്നു. ഇത് സ്ത്രീകളും പലപ്പോഴും സ്വാഭാവികമായി ഉപയോഗിക്കുന്നു. ഈ മൗനത്തിന്റെ ആഴമളക്കാൻ ശ്രമിക്കുന്ന പുരുഷൻ അവളുടെ ഹൃദയത്തോടടുക്കുന്നു. അതൊരു തരം ആത്മപരിശോധനയ്ക്ക് നിങ്ങളെ പ്രേരിപ്പിക്കും. വാക്കുകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും ആ മൗനത്തെ മനസ്സിലാക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടും. അവൾ മിണ്ടാതിരിക്കുന്നത് ഒരു അകൽച്ചയായി കാണാതെ അത് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായി കാണുക. 3. വൈകാരിക സുരക്ഷിതത്വം. ചാണക്യനീതിയിൽ സ്ത്രീയെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത്. എന്നാൽ ആ ശക്തിക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം അവൾ ആഗ്രഹിക്കുന്നു. പണമോ പദവിയോ അല്ല ഒരു സ്ത്രീയെ ആകർഷിക്കുന്ന പ്രധാന ഘടകം, മറിച്ച് താൻ വൈകാരികമായി സുരക്ഷിതയാണെന്ന തോന്നലാണ്. എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദൈവങ്ങൾ വസിക്കുന്നു. അവൾക്ക് ബഹുമാനവും സുരക്ഷിതബോധവും നൽകുന്ന പുരുഷന് മുന്നിൽ അവൾ തന്റെ മനസ്സു തുറക്കുന്നു. ലോകം മുഴുവൻ എതിർത്താലും കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്ന വിശ്വാസമാണ് അവളെ കരുത്തയാക്കുന്നത്. ഭൗതികമായ സമ്പത്തിനേക്കാൾ വിലമതിക്കുന്നത് നിങ്ങൾ നൽകുന്ന മാനസികമായ പിന്തുണയെയാണ്. ഭയമില്ലാതെ തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരിടം അവൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കും. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു കുടുംബത്തിന്റെ അടിത്തറ സ്ത്രീയുടെ സന്തോഷമാണ്. ആ സന്തോഷം നിലനിൽക്കുന്നത് അവൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വത്തിലാണ്. അവൾക്ക് വേണ്ടത് ഒരു യജമാനനെയല്ല, മറിച്ച് തണലായി നിൽക്കുന്ന ഒരു സുഹൃത്തിനെയാണ്. സംരക്ഷണത്തിന്റെ കൈകൾ തനിക്കുണ്ട് എന്ന ബോധം അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഈ സുരക്ഷിതത്വം നൽകുന്ന പുരുഷനു മാത്രമേ അവളുടെ പൂർണ്ണമായ സ്നേഹം ലഭിക്കൂ. നാലാമതായി, വാക്കുകളിലെ മാന്ത്രികത. മനഃശാസ്ത്രപരമായി സ്ത്രീകൾ ആശയവിനിമയത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. പുരുഷന് പരിഹാരങ്ങളാണ് വേണ്ടതെങ്കിൽ സ്ത്രീക്ക് വേണ്ടത് ആരെങ്കിലും തന്നെ കേൾക്കുന്നു എന്ന തോന്നലാണ്. അവൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് വലിയൊരു കലയാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഭരണാധികാരി മികച്ചൊരു കേൾവിക്കാരനായിരിക്കണം.
സ്ത്രീയുടെ മനസ്സ് കീഴടക്കാൻ നിങ്ങളൊരു പരിഹാര നിർദ്ദേശകനാകേണ്ടതില്ല, മറിച്ച് ഒരു മികച്ച ശ്രോതാവായാൽ മതി. അവളുടെ കൊച്ചു വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിൽ താൽപ്പര്യം കാണിക്കുന്നത് വലിയൊരു കാര്യമാണ്. വാക്കുകൾക്കിടയിലെ വികാരങ്ങളെ തിരിച്ചറിയാൻ പുരുഷന് കഴിയണം. അവൾ പറയുന്നത് പ്രശ്നപരിഹാരത്തിനല്ല, മറിച്ച് മനസ്സിന്റെ ഭാരം കുറയ്ക്കാനാണ്. മറുപടി പറയുന്നതിനു മുൻപ് അവൾ പറയുന്നത് പൂർണ്ണമായി കേൾക്കാൻ തയ്യാറാവുക. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് നാവാണ് ഏറ്റവും വലിയ ആയുധം. അത് സ്നേഹം വളർത്താനും ഉപയോഗിക്കാം. അവളുടെ വാക്കുകളെ വലമതിക്കുന്നത് അവളെ തന്നെ വലമതിക്കുന്നതിന് തുല്യമാണ്. സമാധാനപരമായ സംസാരം ഏതൊരു കഠിന ഹൃദയത്തെയും അലിയിക്കും. അവളുടെ ഓരോ വാക്കിനും പിന്നിൽ ഒരു വികാരമുണ്ട് എന്ന് തിരിച്ചറിയുക. ആശയവിനിമയം നിലയ്ക്കുന്നിടത്ത് ബന്ധങ്ങൾ അവസാനിക്കുന്നു എന്നോർക്കുക. 5. വിശ്വസ്തതയുടെ പരീക്ഷണം. ചാണക്യൻ പറഞ്ഞു, പരീക്ഷിക്കപ്പെടാതെ ഒരു സ്വർണവും ശുദ്ധമാണെന്ന് പറയാനാവില്ല. അതുപോലെ സ്ത്രീ തന്റെ പങ്കാളിയെ നിരന്തരം സൂക്ഷ്മമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. അവൾ നിങ്ങളെ ചെറിയ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യുന്നത് നിങ്ങളെ അവിശ്വസിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് അവളോടുള്ള പ്രതിബദ്ധത എത്രത്തോളമുണ്ട് എന്നുറപ്പുവരുത്താനാണ്. ഇതു മനസ്സിലാക്കി ക്ഷമയോടെ പ്രതികരിക്കുന്നവന് അവളുടെ പൂർണ്ണമായ വിശ്വാസം ലഭിക്കുന്നു. ആപത്കാലത്ത് കൂടെ നിൽക്കുമോ എന്ന് അവൾ മുൻകൂട്ടി വിലയിരുത്തുന്നുണ്ടാകും. ചാണക്യനീതിപ്രകാരം വിശ്വസ്തതയാണ് ഏതൊരു ബന്ധത്തിന്റെയും ആണിക്കല്ല്. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള പൊരുത്തം അവൾ എപ്പോഴും നിരീക്ഷിക്കുന്നു. ചെറിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതുപോലും അവളുടെ കണ്ണിൽ വലിയ കാര്യമാണ്. ഈ പരീക്ഷണങ്ങൾ അവളുടെ ആത്മസംരക്ഷണത്തിന്റെ ഭാഗമാണ്. പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവനെ അവൾ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്നു. ഓരോ പരീക്ഷണവും നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസം തകർക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് കെട്ടിപ്പടുക്കാൻ വർഷങ്ങൾ വേണം. ആ കാത്തിരിപ്പിനും പരീക്ഷണങ്ങൾക്കും ശേഷം ലഭിക്കുന്ന സ്നേഹം അമൂല്യമായിരിക്കും. 6. സ്വാതന്ത്ര്യവും വ്യക്തിത്വവും. ആധുനിക സൈക്കോളജി പറയുന്നതുപോലെ ഒരു സ്ത്രീ തന്റെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചാണക്യൻ തന്റെ തന്ത്രങ്ങളിൽ സ്ത്രീകളെ ചാരന്മാരായും ഉപദേഷ്ടാക്കളായും ഉപയോഗിച്ചിരുന്നു. കാരണം അവരുടെ ബുദ്ധിശക്തി അത്രമേൽ അപാരമാണ്. അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അവളുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് അകറ്റാനേ സഹായിക്കൂ. പകരം അവളുടെ ചിറകുകൾക്ക് കരുത്തു പകരുക. തന്റെ കഴിവിനെ അംഗീകരിക്കുന്ന പുരുഷനോട് അവൾക്ക് തോന്നുന്ന ബഹുമാനം വാക്കുകൾക്കപ്പുറമാണ്. അവൾക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും സ്വപ്നങ്ങളുമുണ്ട് എന്ന് തിരിച്ചറിയുക. സ്വാതന്ത്ര്യം നൽകുക എന്നാൽ അവഗണിക്കുക എന്നല്ല, മറിച്ച് അവളെ വിശ്വസിക്കുക എന്നാണ്. അവളുടെ ലക്ഷ്യങ്ങളിലേക്ക് നടക്കാൻ അവൾക്ക് നിങ്ങളുടെ കൈ പിടിച്ചു നടക്കണം. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ബുദ്ധിയുള്ള സ്ത്രീ ഒരു രാജ്യത്തിന്റെ ഐശ്വര്യമാണെന്നാണ്. അവളുടെ വ്യക്തിത്വത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് വലിയൊരു പരാജയമായിരിക്കും. ഓരോ സ്ത്രീയും തനതായ വ്യക്തിത്വം ആഗ്രഹിക്കുന്നു. അവളെ അവളുടെ രീതിയിൽ സ്നേഹിക്കുകയും വളരാൻ അനുവദിക്കുകയും ചെയ്യുക. ആദരവ് ലഭിക്കുന്നിടത്ത് അവൾ തന്റെ സർവസ്വവും നൽകാൻ തയ്യാറാവും. അവസാനമായി, അവഗണനയോടുള്ള ഭയം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, അവഗണനയാണ് ഏറ്റവും വലിയ വിഷം. ഒരു സ്ത്രീക്ക് ദേഷ്യമോ സങ്കടമോ സഹിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അവഗണന സഹിക്കാൻ കഴിയില്ല. അവളെ ശ്രദ്ധിക്കാതിരിക്കുന്നത് അവളുടെ ഉള്ളിലെ സ്നേഹത്തെയും വിശ്വാസത്തെയും തകർക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും അവളെ പരിഗണിക്കുന്നത് അവളുടെ മനസ്സിലേക്കുള്ള എളുപ്പവഴിയാണ്. തിരക്കുകൾക്കിടയിലും അവൾക്കായി കുറച്ചു സമയം മാറ്റിവെക്കുന്നത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അവഗണിക്കപ്പെടുന്ന സ്ത്രീ ക്രമേണ ആ ബന്ധത്തിൽ നിന്ന് മാനസികമായി അകലുന്നു. അവളുടെ സാന്നിധ്യം നിങ്ങൾ വിലമതിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിക്കുക. ചാണക്യന്റെ തത്വപ്രകാരം ശത്രുവിനെ പോലും അവഗണിക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിങ്ങളുടെ ലോകത്ത് അവൾക്കൊരു പ്രധാന സ്ഥാനമുണ്ട് എന്നുറപ്പുവരുത്തുക. അവഗണന മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന നിശബ്ദമായ ആയുധമാണ്. ഓരോ ദിവസവും അവളെ സ്പെഷ്യലായി തോന്നിപ്പിക്കാൻ ശ്രമിക്കുക. ശ്രദ്ധയും കരുതലും ഒരു ബന്ധത്തിന്റെ ജീവവായുവാണ്. അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ സാമീപ്യമാണ്. മനസ്സൊരു കണ്ണാടിയാണ്. അതിൽ പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റമാണ്. ചാണക്യൻ പഠിപ്പിച്ചു തന്നത് ലോകത്തെ കീഴടക്കാനല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കാനാണ്. ഒരു സ്ത്രീയുടെ മനസ്സ് വായിക്കുക എന്നത് അവളെ കീഴടക്കലല്ല, മറിച്ച് അവളെ ആഴത്തിൽ മനസ്സിലാക്കുകയും ആദരിക്കുകയുമാണ്. അധികാരത്തേക്കാൾ വലിയ ആയുധം സ്നേഹമാണെന്ന് തിരിച്ചറിയുന്നവൻ ചാണക്യനേക്കാൾ വലിയ തന്ത്രജ്ഞനാണ്. ഈ 7 രഹസ്യങ്ങൾ വെറും അറിവല്ല, മറിച്ച് ജീവിതത്തിൽ പകരാൻ പാഠങ്ങളാണ്. സ്ത്രീയുടെ ശക്തിയെ ബഹുമാനിക്കുന്നവന് ജീവിതത്തിൽ തോൽക്കേണ്ടി വരില്ല. ഓരോ ബന്ധവും ഒരു യാത്രയാണ്. ആ യാത്രയിൽ പരസ്പര ധാരണയാണ് വഴിവിളക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഈ 7 രഹസ്യങ്ങൾ മുറുകെ പിടിക്കുക. കരുത്തുള്ള മനസ്സിനു മാത്രമേ ലോകത്തെ നയിക്കാൻ കഴിയൂ എന്നോർക്കുക.
ചാണക്യന്റെ ജ്ഞാനം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കട്ടെ.